welcome to Sarah's Herbs and Spices. ഇന്ന് നമ്മൾക്കൊരു റസ്മലായി മിൽക്ക് കേക്ക് ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനായി ആദ്യമേ തന്നെ അവൻ 165 ഡിഗ്രിയിലേക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഇൻഗ്രീഡിയൻസ് എടുക്കാം. 150 ഗ്രാം മൈദ, 150 ഗ്രാം ഷുഗർ, ബേക്കിംഗ് പൗഡർ ഒരു 3 ഗ്രാം, ഉപ്പ് ഒരു 2 ഗ്രാം, വെയ് ചെയ്തെടുക്കണം ഇതെല്ലാം, മുട്ട ലാർജ് 5 എണ്ണം, വെജിറ്റബിൾ ഓയിൽ 50 മില്ലി, വാനില എസൻസ് 2 ടീസ്പൂൺ, ഇനി നമ്മൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കാം. അതായത് മൈദയും ബേക്കിംഗ് പൗഡറും സോൾട്ടും കൂടി. ഇതൊരു 3 തവണ ഇടഞ്ഞാൽ കൊള്ളാം. മൈദയൊക്കെ ഇടഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് 5 മുട്ടയും പൊട്ടിച്ച് ഒരു ബോളിലേക്ക് ഒഴിക്കാം. ഓരോന്നായി പൊട്ടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഏതെങ്കിലും അഴുക്ക് മുട്ടയുണ്ടെങ്കിൽ നമുക്കത് മാറ്റാമല്ലോ. ഇപ്പോൾ മുട്ടയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം അടിച്ച് പതപ്പിക്കാം. മുട്ട നല്ലവണ്ണം ബീറ്റ് ചെയ്ത് അത് ലൈറ്റ് ഇൻ കളർ ആവുന്നിടം വരെ നമുക്ക് ബീറ്റ് ചെയ്യണം. ഇടയ്ക്ക് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര 2-3 തവണയായി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം പതഞ്ഞ് വരുന്നിടം വരെ നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മുട്ടയും പഞ്ചസാരയും നല്ലവണ്ണം ക്രീമി ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയം വാനില എസൻസ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് ക്രീം കളറായിട്ടുണ്ട്. നല്ലവണ്ണം ഫ്ലഫി ആയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് മൈദാമാവ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് യോജിപ്പിച്ച് ആ മെയിൻ മിക്സറിലേക്ക് നമുക്കത് യോജിപ്പിക്കാം. ഒരു 3 തവണയായിട്ട് മൈദ ഇട്ട് കൊടുത്ത് മുട്ടയുടെ മിക്സറും മൈദയും കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഫോൾഡിൻ ചെയ്യാകാവൂ. അതായത് പതപ്പിച്ച മുട്ട അടിഞ്ഞു പോകരുത്. അതുകൊണ്ട് ജെന്റ്ലി ഇത് ഫോൾഡ് ചെയ്ത് വേണം മൈദ അതിനോട് കമ്പൈൻ ചെയ്ത് ചേർക്കാൻ. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ജെന്റ്ലി എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഓയിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതും കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. നല്ലവണ്ണം ശ്രദ്ധിച്ച് അടി ചേർത്ത് വേണം ഇളക്കി കൊടുക്കാൻ. അതായത് എല്ലാ പൊടിയും ഓയിലും മുട്ടയുടെ മിക്സറും എല്ലാം കൂടി ഒന്നിച്ച് യോജിക്കണം. ഞാനിവിടെ ഒരു 9x9 ഇഞ്ച് പാൻ എടുത്തിട്ടുണ്ട്. അത് ഗ്രീസ് ചെയ്ത് പൊടിയിട്ട് തട്ടി വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ജെന്റ്ലി ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ട്രാപ്ഡ് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ. 165 സെൽഷ്യസിൽ നമുക്ക് ഒരു 30 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഈ കേക്ക് സോക്ക് ചെയ്യാനുള്ള പാല് നമുക്ക് ഇപ്പോൾ തയ്യാറാക്കാം. 1 കപ്പ് സാധാരണ പാല്, 1/2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക്, പിന്നെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ആവശ്യമാണ്.
നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സാഫ്രൺ അഥവാ കുങ്കുമപ്പൂവ് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇവിടെ ഞങ്ങൾക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒമിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഈ മിൽക്ക് 3 കൂടി ഏലക്കായും ഇട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതെല്ലാം കൂടി ഒന്നിച്ച് യോജിക്കാൻ വേണ്ടിയാണ്. തിളപ്പിക്കണമെന്നില്ല. ഒന്ന് ചൂടായാൽ മതി. അത് കഴിഞ്ഞ് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് പാനിൽ ഇരുന്ന് തന്നെ തണുക്കട്ടെ. പാനിൻ്റെ പുറത്തോട്ട് എടുക്കേണ്ട കാര്യം, നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചാണ് ഈ കേക്ക് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതിന് കുറേ ഹോൾസ് ഇട്ട് കൊടുക്കാം. അതായത് ഈ പാലൊക്കെ ഒഴിച്ച് അത് സോക്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് കുറേ ഹോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗാർണിഷിന് വേണ്ട പിസ്താഷ്യോസ് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അതൊരു കട്ടിംഗ് ബോർഡിലോട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ചോപ്പ് ചെയ്തെടുക്കാം. പിസ്താഷ്യോസ് എല്ലാം ഇപ്പോൾ ചോപ്പായിട്ടുണ്ട്. ഞാനൊരു മീഡിയം പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് റോസ് ബഡ്സ് കിട്ടും. അത് നമുക്കൊന്ന് ലീഫെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത് സൂപ്പർ മാർക്കറ്റിലെ റോസ്റ്ററി സെക്ഷനിൽ കിട്ടും. അത് എഡിബിൾ ആയിട്ടുള്ള റോസ് പെറ്റൽസ് ആണ്. അത് നമുക്ക് അടർത്തിയെടുക്കാം. ഇതിൻ്റെ ഗാർണിഷിന് വേണ്ടിയുള്ളതാണ്. ഗാർണിഷിനായി ഈ പെറ്റൽസ് ചെറുതായി നുറുക്കുന്നത് നന്നായിരിക്കും. റോസ് പെറ്റൽസ് തയ്യാറായി കഴിയുമ്പോൾ പാലിൽ കൂടി കുറച്ചിട്ട് കൊടുക്കാം. അതായത് പാലിൽ കൂടി അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്നതിന് വേണ്ടി. ഇനി നമുക്ക് തണുത്ത് കഴിഞ്ഞ് കേക്കിലേക്കെല്ലാം പാലെല്ലാം ഒഴിച്ച് നല്ലവണ്ണം ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും പാല് ഒഴിച്ചു കൊടുക്കുക. ഈ ഇത്രയും പാല് നമ്മളെടുത്ത മെഷർമെൻറ്റ് ഇതിന് സഫിഷ്യൻ്റ് ആണ്. എല്ലാം പാലൊഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് റെഫ്രിജറേറ്ററിലേക്ക് മാറ്റി 2 to 3 hours 2 മുതൽ 3 മണിക്കൂർ വരെ നമുക്കിത് തണുക്കാൻ വെക്കാം. ഫ്രോസ്റ്റിങ്ങിനായിട്ടുള്ള വിപ്പിംഗ് ക്രീം നമ്മൾ എടുക്കുകയാണിപ്പോൾ. 1 കപ്പ് ഹെവി വിപ്പിംഗ് ക്രീം, തണുത്തതായിരിക്കണം, അതെടുക്കുക. എൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടി മധുരത്തിനായി ഇട്ട് കൊടുക്കുക. കൂടെ യൂഷ്വൽ ഫ്ലേവറിംഗ് ആയിട്ടുള്ള ഏലക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. വിപ്പിംഗ് ക്രീം സ്റ്റിഫ് ആകുന്നിടം വരെ നല്ലവണ്ണം വിപ്പ് ചെയ്ത് കൊടുക്കുക. ഓവർഡു ചെയ്യരുത്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അത് ബട്ടറിൻ്റെ സ്റ്റേജിലേക്ക് മാറും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം. ക്രീം ആയി കഴിഞ്ഞാൽ ഉടനെ, സ്റ്റിഫായി കഴിഞ്ഞാൽ ഉടനെ യു ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്. ഇപ്പോൾ കേക്ക് എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എല്ലാം നല്ലവണ്ണം പാലുകൊണ്ട് സോക്കായിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ നമ്മൾ ഫ്രോസ്റ്റിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈവൻലി സ്പ്രെഡ് ചെയ്യണം. ഒരു ഓഫ്സെറ്റ് സ്പാറ്റില കൊണ്ട് നമുക്കിത് നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കോർണേഴ്സിലൊക്കെ കവർ ആവുന്നിടം വരെ നല്ലവണ്ണം ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്ത കൊണ്ട് ഗാർണിഷ് ചെയ്യാം. പിസ്ത ഇട്ടതിന് ശേഷം നമുക്ക് റോസ് പെറ്റൽസ് കൊണ്ട് ഇത് വീണ്ടും ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രസ്മലായി മിൽക്ക് കേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഡെലിഷ്യസും ടേസ്റ്റിയും സിമ്പിളുമാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു.
ഈ സമയം നമുക്കൊരു പീസ് സ്ലൈസ് ചെയ്ത് നോക്കാം, ടേസ്റ്റ് നോക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? കമൻറ്റ് പറയാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുതേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്.